നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ സമ്പത്ത് പല മാർഗത്തിലൂടെ നമുക്ക് ആഗതമാകാൻ ജപിക്കാൻ ഈ ഒരു ലളിത കർമ്മം ഈ പറയുന്ന ദിവസം ഈ പറയുന്ന ദേവന് നിങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നിങ്ങൾക്ക് പല സ്രോതസ്സുകളിൽ നിന്നും പണം വന്നുകൊണ്ടേയിരിക്കും. ലോട്ടറി ടിക്കറ്റ്, അതുപോലെ ചിട്ടി, അതുപോലെ ഏത് നിങ്ങൾ ബിസിനസ് ആയാലും ശരി, എല്ലാ വിധത്തിലും നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതിന് ഈ പറയുന്ന ലളിതമായ കർമ്മം, ലളിതമായ രീതി നിങ്ങൾ ചെയ്താൽ ഉറപ്പായും ഈ പറയുന്ന ദിവസം ഈ പറയുന്ന ദേവന് ഈ പറയുന്ന രീതി പൂജ നിങ്ങൾ ചെയ്താൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഈ ചെയ്തതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന പൂജ ചെയ്യുന്ന ദിവസം നിങ്ങൾ നോക്കുക, വളരെയധികം സമ്പത്ത് അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകും. ഭക്തിയോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ ഇത് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി നിങ്ങൾക്ക് പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ശ്രീ മഹാഗണപതിക്ക് ഈ പറയുന്ന ദിവസം ശുക്ല ചതുർത്ഥി, അതായത് അമാവാസി കഴിഞ്ഞ് വരുന്ന ചതുർത്ഥി, അതായത് 4-ാമത്തെ ദിവസമാണ് ഈ പറയുന്ന ദീപം തെളിയിക്കേണ്ടത്. മൺചിരാത്ത്, നമ്മൾ നല്ലൊരു മൺചിരാത്ത് പോയി മേടിക്കുക. അതിൽ ഈ പറയുന്ന തിരി വെള്ള ഇരിക്കിൻ തിരിയിട്ടാണ് കത്തിക്കേണ്ടത്. വേറെ തിരിയല്ല, വെള്ള ഇരിക്കിൻ തിരി. ആ തിരിയിട്ട് നെയ് ദീപം ഗണപതി ഭഗവാന് കത്തിക്കണം. ഏത് ദിവസം? ശുക്ല ചതുർത്ഥി നാളില് ഗണപതി ഭഗവാന് മൺചിരാത്തിൽ വെള്ള ഇരിക്കിൻ തിരിയിട്ട് നെയ് ദീപം തെളിയിച്ചാൽ എല്ലാ ശുക്ല ചതുർദശി നാളിലും ചെയ്യണം. ഇപ്പോൾ അമാവാസി കഴിഞ്ഞ് അടുത്ത 4-ാമത്തെ ദിവസമാണ് ചതുർത്ഥി. ആ ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച്, ശ്രീ മഹാഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ പറയുന്ന ദീപം തെളിയിച്ച് ആ ദീപത്തിന് മുന്നിൽ നിന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം ജപിക്കുക. അല്ലെങ്കിൽ ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാൽ, ഈ ഗായത്രി മന്ത്രം ജപിച്ചാലും മതി. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നിങ്ങൾക്ക് എപ്പോഴും സമ്പത്ത് ആവശ്യത്തിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാവിധ ബിസിനസ് പരമായ രീതിയാലും ശരി, എല്ലാവിധ രീതിയിലാലും ശരി, നിങ്ങൾക്ക് ഇത് ചെയ്യുക. ലളിതമായ കർമ്മമാണ്. ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം നിങ്ങൾ ചെയ്യണം. മഹാഗണപതി മനസ്സിൽ ധ്യാനിച്ചിത് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി നാളികേരം നിങ്ങൾ ഗണപതി ഭഗവാനെ ഉടയ്ക്കണം. ആ നാളികേരം ഉടയ്ക്കുന്നതിലൂടെ നമ്മുടെ എല്ലാവിധ വിഘ്നങ്ങളും അകലുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിത്യവും ചെയ്യാനുള്ള ഈ ചതുർത്ഥി നാളിൽ, ശുക്ല ചതുർത്ഥി നാളിൽ, അമാവാസി വരുന്ന ശുക്ല ചതുർത്ഥി നാളിൽ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകും. വിശ്വാസപൂർവ്വം നിഷ്കളങ്കായ ഭക്തിയോടെ ചെയ്ത ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും. യാതൊരുവിധ സംശയം വേണ്ട. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.